വാർത്തയിലേക്ക് വിശദമായി. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. കോടതിയോട് നാടകം കളിക്കരുതെന്ന് ബോബിയോട് ഹൈക്കോടതി. ബോബി നിരുപാധികം മാപ്പ് പറയണം, പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് 1:45 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് ഹൈക്കോടതിയുടെ ആദ്യ കടുപ്പിക്കലിന് തൊട്ടു പിന്നാലെയായിരുന്നു. പക്ഷേ പിന്നീട് കൃത്യമായ മറുപടി വേണം, നിരുപാധികം മാപ്പ് പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നിങ്ങൾ നിയമത്തിന് മുകളിലാണോ എന്ന ചോദ്യമുയർത്തി. ഇന്നലെ എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്ന ചോദ്യമുയർത്തി കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. എന്താണ് കോടതി പറഞ്ഞത്? ബോബി ചെമ്മണ്ണൂർ ഇന്നലെ വൈകുന്നേരം മുതൽ ജയിലിലും ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ ആരാധകർ എന്ന് പറയുന്നവർ ജയിലിന് പുറത്തും സൃഷ്ടിച്ച നാടകീയ രംഗങ്ങൾ പൂർണ്ണമായും തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വീക്ഷിച്ചിരിക്കുന്നു, നിരീക്ഷിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥകളെ ധിക്കരിക്കുന്നു, അതിനെ പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി സ്വമേധയാ ഈ കേസ് ആദ്യം തന്നെ പരിഗണിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 10:15 ഈ കേസ് എടുത്തു. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയതും ബോബി ചെമ്മണ്ണൂർ നിരുപാധിക മാപ്പപേക്ഷ നൽകണമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തും വിലക്കെടുക്കാമെന്ന് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി കരുതരുത് എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് കോടതിയോട് ചോദിക്കുന്നുണ്ട്. കോടതിയോട് നാടകം കളിക്കരുത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താൻ തയ്യാറല്ല. തന്നെ പോലെ ഇവിടെ ജാമ്യം ലഭിക്കാതെ ജാമ്യത്തുക കെട്ടിവെക്കാനില്ലാതെ കഴിയുന്ന 26ഓളം പേർ ജയിലിൽ തുടരുന്നുണ്ട്. അവരോടുള്ള പിന്തുണയായും ഇത്തരത്തിൽ നിരവധി ആളുകൾ ജയിലിലുണ്ട് എന്ന് കണക്കാക്കിയും ജയിലിൽ അവർക്കൊപ്പം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ തുടരാൻ തന്നെയുള്ള ഒരു തീരുമാനമാണ് തന്റേതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജയിലിന് പുറത്തേക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകർ ജയിലിലേക്ക് എത്തിയിരുന്നില്ല. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി ജയിൽ അധികൃതരെ സംബന്ധിച്ചിടത്തോളം, ജയിൽ സൂപ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൃഷ്ടിച്ചിരുന്നു. ഇന്ന് രാവിലെയും അതുതന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു നിലപാടായി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 9:30 കോടതി പ്രത്യേകമായി കൂടുന്നു. 10:15 കേസ് പരിഗണിക്കുന്നു. സിംഗിൾ ബെഞ്ച് എന്ന കാര്യം പുറത്തു വരുന്നു. അതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അപകടം മണത്തത്, അല്ലെങ്കിൽ തനിക്കെതിരെ നടപടികൾ കൂടുതൽ കർശനമായി ഉണ്ടാകും, കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകും, അത് കടുത്ത നടപടികളായും ജാമ്യം റദ്ദാക്കുന്ന രീതിയിലേക്കും എല്ലാം പോകുമെന്ന് ബോബി ചെമ്മണ്ണൂരിന് ഭയമുണ്ടായത്. അങ്ങനെയാണ് ജാമ്യ നടപടികൾ പൂർത്തിയാക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇന്ന് തയ്യാറാകുന്നതും തുടർന്ന് ബോണ്ടിൽ ഒപ്പിട്ട് നൽകുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 9:30 ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം 10 മണിക്ക് മുമ്പായാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത്. എന്നാൽ ഈ പുറത്തിറങ്ങുന്ന സമയത്തും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ജയിലിൽ ഇത്തരത്തിൽ ജാമ്യ പണം കെട്ടിവെക്കാനില്ലാതെ ജാമ്യാപേക്ഷയോടൊപ്പം നൽകേണ്ട, അല്ലെങ്കിൽ ജാമ്യം നൽകുമ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന തുക കെട്ടിവെക്കാനില്ലാതെ നിസ്സാര കേസുകൾക്ക് ജയിലിൽ തുടരുന്നവരുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം എന്ന നിലയിലാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നില്ല. കാരണം കോടതി നടപടികളെ ഭയന്നുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞിരുന്നത് അതിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ അവിടെ തുടരേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കുന്നു. കോടതി ലക്ഷ്യമൊന്നും കാണിച്ചില്ല എന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്നാൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പിന്നീട് കേസ് പരിഗണിച്ച കോടതി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ജാമ്യം റദ്ദാക്കാൻ പറയാൻ അറിയാമെന്ന് ഹൈക്കോടതി ഒരു വേള പരാമർശത്തിനിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നും റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് എന്നുമെല്ലാമായിരുന്നു കോടതി പ്രധാനമായും ചോദിച്ചിരുന്നത്. കാരണം റിമാൻഡ് തടവുകാരായ മറ്റു ആളുകൾക്ക് വേണ്ടിയാണ് താൻ വാദിക്കുന്നത്, അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി മാറുകയാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ അതിലൂടെ ന്യായ സംവിധാനങ്ങൾ നിലവിലുണ്ട്. ആ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ എന്തിനാണ് ബോബി ചെമ്മണ്ണൂർ അത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാമെന്ന് പറഞ്ഞു. പിന്നീടാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകൻ മാപ്പപേക്ഷ പറയുന്നതും തെറ്റുപറ്റിയെന്നും അല്ലെങ്കിൽ ഇതിൽ വീഴ്ചയുണ്ടായി എന്നെല്ലാമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അല്പം നിലപാടുകളിൽ മയപ്പെടുന്നതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരുപാധിക മാപ്പ് ബോബി ചെമ്മണ്ണൂർ നൽകണമെന്ന കാര്യം പറയുന്നത്, അത്തരം നടപടികളിലേക്ക് നീങ്ങുകയും എല്ലാം ചെയ്തത്. മുതിർന്ന അഭിഭാഷകരെ ബോബി ചെമ്മണ്ണൂർ അഭിമാനിച്ചു എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. നിയമത്തിന് മുകളിലാണെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യവും ബോബി ചെമ്മണ്ണൂരിന് മുന്നിൽ ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. മാധ്യമ ശ്രദ്ധയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിരുന്നത്.
12 മണിക്ക് കാരണം കാണിക്കൽ വിശദീകരിച്ച് നോട്ടീസ് നൽകാൻ അല്ലെങ്കിൽ അത് വിശദീകരണ മറുപടി നൽകാൻ കൂടി നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു കോടതി ആദ്യം ഈ കേസ് അവിടെ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് പറഞ്ഞു. പിന്നീട് വിശദീകരണം നൽകാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് കേസ് വിശദമായി കോടതി പരിഗണിക്കുന്ന നിലയിലേക്ക് പോയി. ആ പരിഗണിച്ചതിനിടയിലാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നതും ഇതുമായി ബന്ധപ്പെട്ട മാപ്പപേക്ഷ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുകയും എല്ലാം ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ 1:45 കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 10 മിനിറ്റിൽ താഴെ മാത്രമുള്ള നടപടികൾക്ക് ശേഷമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പുറത്തിറങ്ങിയത്. അതുവരെ വീണ്ടും ജയിലിൽ തുടരുക എന്ന ഒരു പ്രതിഷേധ രീതി തന്നെ അവലംബിക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂർ ആലോചിച്ചിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ശരിക്കും നാടകം, അതായത് പണി കെട്ടുമെന്ന് ഉറപ്പായപ്പോൾ ജാമ്യമെടുത്ത് പെട്ടെന്ന് പുറത്തു വരുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ് തീർച്ചയായും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാടകം അല്ലെങ്കിൽ തനിക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്ന രീതിയിലാകാം ബോബി ചെമ്മണ്ണൂർ അത് കരുതിയത് എന്ന് തന്നെയുള്ള ഒരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അങ്ങനെയാകാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇത് കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനത്തിനും കോടതി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഒന്നും തന്നെ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ തുടരാനാണ് തന്റെ താല്പര്യമെന്നും താൻ ജയിലിൽ തന്നെ തുടരുമെന്ന പ്രഖ്യാപനവും എല്ലാം നടത്തുമ്പോൾ കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ബോബി ചെമ്മണ്ണൂർ ആ ഘട്ടത്തിൽ കണ്ടിരുന്നില്ല. എന്നാൽ കോടതി ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ തങ്ങൾ കോടതി ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാകാതെ കോടതി എന്ന നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതായി തന്നെയാണ് കോടതിക്ക് അതിനെ വീക്ഷിക്കാനും വരാം. ഇപ്പോൾ രേഷ്മ ബാബു കൂടി ഒപ്പം ചേരുന്നുണ്ട്. രേഷ്മ, ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടാണല്ലോ കോടതി അത് പരിഗണിച്ചതും ജാമ്യം നൽകിയതും. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതായത് തടവുകാർക്ക് വക്കാലത്ത് പിടിക്കുന്ന തരത്തിൽ ബോബിയുടെ പെരുമാറ്റം. ശരി ജിജീഷ്, ഈ ചോദ്യത്തിന് മറുപടി. അതീവ ഗൗരവത്തിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നത് സമാനമായ ഒരു സംഭവങ്ങൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ കോടതി വിധികളെ മാനിക്കാത്ത തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കുന്നത് അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല, ന്യായ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോടതി അതിവേഗത്തിലുള്ള ഒരു ഇടപെടൽ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നടത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം ഇന്നലെ തന്നെ കോടതി പരിസരത്ത് നാടകീയ രംഗങ്ങൾക്ക് കോടതിക്ക് പുറത്തും സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരെന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തെ അവിടെ എത്തിച്ചിരുന്നു. അവർ പ്ലക്കാർഡുകൾ എന്ത് ചെയ്യാണ് എത്തിച്ചത്. ഇന്നും വലിയ തോതിൽ ആരാധകരെ എന്ന നിലയിൽ ആളുകൾ അവിടെ എത്തിയില്ല എങ്കിൽ പോലും മെൻസ് അസോസിയേഷൻ, പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനയുടെ പ്രവർത്തകർ എന്ന് അല്ലെങ്കിൽ അത്തരം ഒരു സംഘടനയുടെ ഭാരവാഹികളായ ആളുകൾ ഇന്ന് അവിടെ എത്തി. അങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്കപ്പുറം ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ വ്യക്തി ചില തീരുമാനങ്ങൾ എടുക്കുന്നു, ആ വ്യക്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ആ പ്രഖ്യാപനങ്ങൾ നടത്തിയ ശേഷം ആ വ്യക്തി തന്നെ നിയമത്തിന് അതീതനാണ് എന്ന് സ്വയം കരുതുന്നതായ തോന്നലുകൾ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് സമാനമായ രീതിയിൽ മറ്റു ചില ആളുകൾ കൂടുതൽ ആളുകൾ പെരുമാറുന്നതിനും അത് നിയമവ്യവസ്ഥയെ താളം തെറ്റിക്കുന്നതിനും ഇടയാക്കുമെന്ന് കൃത്യമായ ഒരു ചിന്താഗതി കോടതിക്ക് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെയാണ് ഇങ്ങനെയൊരു ഇടപെടലിന് കോടതി തയ്യാറായത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് മറ്റ് ആളുകൾ കൂടി പാഠമാവുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പെട്ടെന്ന് ജയിൽ മോചിതനായി പോകുക എന്നത് മാത്രമാണ് ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന നടപടി എന്ന് പറയുന്നത്. കോടതിയിൽ അവിടെ ജയിലിൽ തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദാക്കിയാൽ പിന്നീടുള്ള ദിവസങ്ങളിലും ബോബി ചെമ്മണ്ണൂരിന് ആ ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. ആ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ നടപ്പാക്കാനോടും അല്ലെങ്കിൽ ജയിലിൽ തന്നെ തുടരുന്നതിനോടും ബോബി ചെമ്മണ്ണൂരിന് താല്പര്യമുള്ള കാര്യവുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ജയിലിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വീണ്ടും നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതി ജാമ്യം റദ്ദാക്കും. പിന്നീട് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ എത്രമാത്രം നടത്തിയാലും അത് അതിവേഗത്തിൽ വിജയിക്കില്ല. മറ്റ് മേൽക്കോടതികളെ അപ്പീലുകളുമായി സമീപിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുകയും എല്ലാം ചെയ്യും. കാരണം ലഭിച്ചിരിക്കുന്ന ജാമ്യമാണ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂർ വേഗത്തിൽ ജാമ്യ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതും. എന്നാൽ അതേ സാഹചര്യത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം അടക്കം വെച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായി വിമർശിച്ച് കടുപ്പിച്ച് ഹൈക്കോടതി ഇന്നലെ പുറത്തിറങ്ങാത്തത് എന്തുകൊണ്ട്? കൃത്യമായ മറുപടി വേണം, നിരുപാധികം മാപ്പ് പറയണം, നിങ്ങൾ നിയമത്തിന് മുകളിലാണോ എന്ന ചോദ്യം വരെ ഉന്നയിക്കുന്നു കോടതി. ഏതായാലും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം കോടതി എടുക്കുന്നു. 1:45 ഹൈക്കോടതി ഇതേ വിഷയം വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു
ജിജീഷ് കരുണാകരൻ.